ഒരു കരിയർ തിരഞ്ഞെടുക്കുക. ഓ, വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതെത്ര വലിയ സമ്മർദ്ദമുണ്ടാക്കുന്ന കാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? 10ാം ക്ലാസ് കഴിയുമ്പോൾ ഏത് സ്ട്രീം എടുക്കണം, +2 കഴിഞ്ഞാലോ ഏത് കോഴ്സിന് ചേരണം, ഈ ചോദ്യങ്ങളൊക്കെ നമ്മളെ എല്ലാവരെയും ഒരുപോലെ അലട്ടുന്നൊന്നാണ്. പക്ഷേ നമ്മൾ ശരിക്കും ഒരു നിമിഷം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരൊറ്റ അഭിരുചി പരീക്ഷ, അതിന്റെ ഒരു സ്കോർ കാർഡ് വെച്ച് ഒരു കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ ചെയ്യേണ്ട ജോലിയെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത്? അത് ശരിയാണോ? അപ്പോൾ നമ്മൾ ഈ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, അതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ സാധാരണയായി ആശ്രയിക്കുന്ന ഈ കരിയർ അഭിരുചി പരീക്ഷകൾക്ക് ചില പരിമിതികളുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കണം. നമുക്കതിലേക്കൊന്ന് കടന്നു നോക്കാം. ഇത്തരം പരീക്ഷകൾക്ക് ഒരു കുട്ടിയുടെ ഇപ്പോഴത്തെ പഠന നിലവാരം മനസ്സിലാക്കാൻ ഒരുപക്ഷേ സഹായിക്കാൻ പറ്റിയേക്കും. ഉദാഹരണത്തിന്, കുട്ടി കണക്കിൽ മിടുക്കനാണോ അതോ ഭാഷാപരമായ കഴിവുകളാണോ കൂടുതൽ എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടും. പക്ഷേ ഏറ്റവും നിർണായകമായൊരു ചോദ്യത്തിന് ഈ ടെസ്റ്റുകൾ ഉത്തരം നൽകാതെ പോകുന്നുണ്ട്. ഒരു സ്കോർ തരുന്നതിനപ്പുറം ആ കുട്ടിയെ എങ്ങനെ വളർത്തിയെടുക്കാം, അവരുടെ കഴിവുകൾ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ഈ ടെസ്റ്റുകൾ ഒന്നും തന്നെ പറയുന്നില്ല. ശരി, നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. ഇവിടെയാണ് പ്രവചനവും തയ്യാറെടുപ്പും തമ്മിലുള്ള ആ അടിസ്ഥാനപരമായ വ്യത്യാസം വരുന്നത്. ഒരു സാധാരണ ടെസ്റ്റ് ഭാവി പ്രവചിക്കാൻ ശ്രമിക്കുമ്പോൾ, ഡിഷ എന്ന പുതിയൊരു സംവിധാനം ഭാവിക്കായി ഒരു കുട്ടിയെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ പ്രവചനത്തിനപ്പുറം തയ്യാറെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ പുതിയ സമീപനമാണ് ദിശ. എന്താണ് ഇതിനെ ഇത്ര സവിശേഷമാക്കുന്നത്, അല്ലേ? നമുക്കതൊന്ന് വിശദമായിട്ട് തന്നെ അറിയാം. ദിശ എന്ന് പറയുന്നത് ഒറ്റത്തവണ നടത്തുന്ന ഒരു പരീക്ഷയല്ല കേട്ടോ. അതൊരു തുടർ പ്രക്രിയയാണ്. കുട്ടിയുടെ കഴിവുകളെ പല തലങ്ങളിൽ മനസ്സിലാക്കി അവരെ നിരന്തരം മെന്റർ ചെയ്തു വളർത്തിയെടുക്കുന്ന ഒരു കംപ്ലീറ്റ് സിസ്റ്റമാണിത്. ഒന്നാലോചിച്ചു നോക്കൂ, സാധാരണ അഭിരുചി പരീക്ഷകൾ എന്താണ് അളക്കുന്നത്? പ്രധാനമായും കുട്ടിയുടെ വായന, കണക്ക്, ലോജിക്, അതായത് 80% അക്കാഡമിക് കഴിവുകൾ മാത്രം. എന്നാൽ ഡിഷയുടെ കാഴ്ചപ്പാട് ഇതിൽ നിന്നും എത്രയോ വിശാലമാണ്. അക്കാഡമിക് കഴിവുകൾക്ക് പുറമേ ഒരു കുട്ടിയുടെ സ്വാഭാവിക താൽപ്പര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ചിന്താശേഷി എങ്ങനെയാണ്, വ്യക്തിത്വം, കാര്യങ്ങൾ പഠിക്കുന്ന രീതി, എന്തിന് കാലക്രമേണ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന കഴിവുകൾ വരെ ഡിഷ വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇതൊരു മുഴുവനായ സമീപനമാണ്. ദിശ വെറുതെ ഒരു റിപ്പോർട്ട് തന്ന് അവിടെ നിർത്തുന്നില്ല. അതൊരു യാത്രയുടെ തുടക്കം മാത്രമാണ്. ആദ്യം കുട്ടിയെ സമഗ്രമായി മനസ്സിലാക്കുന്നു, അവരുടെ ശക്തിയും പോരായ്മകളും തിരിച്ചറിയുന്നു, പിന്നീട് കൃത്യമായ ലക്ഷ്യത്തോടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. ഒപ്പം ഈ വളർച്ച നിരന്തരം നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഏറ്റവും വലിയ മാറ്റം വരുന്നത്. ഇവന് ഇത് പറ്റില്ല എന്നൊരു ലേബൽ കൊടുക്കുന്നതിനു പകരം ദിശ പറയുന്ന സന്ദേശം കേൾക്കൂ. ഇത് ഒരു കുട്ടിയുടെ കഴിവിനെ ഒരിടത്ത് ഉറപ്പിച്ചു നിർത്തുകയല്ല, മറിച്ച് പരിശ്രമത്തിലൂടെ വളരാൻ സാധിക്കുമെന്നൊരു ഗ്രോത്ത് മൈൻഡ്സെറ്റ് നൽകുകയാണ്. അതായത് വിധിക്കുന്നതിനു പകരം വഴികാട്ടുന്നു. ഈ പുതിയ സമീപനം കുട്ടികൾക്കും അവരുടെ കുടുംബത്തിനും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. സ്വന്തം കഴിവും താൽപ്പര്യവും ഒന്നും മനസ്സിലാക്കാതെ ഒരു കോഴ്സ് തെരഞ്ഞെടുക്കുമ്പോൾ കുട്ടികൾക്ക് പലപ്പോഴും ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. കണക്ക്, സയൻസ് പോലുള്ള വിഷയങ്ങളോട് ഒരുതരം ഭയം തന്നെ ഉണ്ടാകുന്നു. ഇത് പലപ്പോഴും കോഴ്സ് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതിലേക്കും വലിയ മാനസിക സമ്മർദ്ദത്തിലേക്കും നയിച്ചേക്കാം. അപ്പോൾ ഇതിലെ നിർണായകമായ കാര്യമെന്തെന്നാൽ ദിശ ഈ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നതാണ്. അത് കുട്ടികൾക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതിനു മുൻപ് തന്നെ വ്യക്തത നൽകുന്നു, പഠനത്തിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, ഏറ്റവും പ്രധാനമായി മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ അവരിൽ ആത്മവിശ്വാസം വളർത്തുന്നു. രക്ഷിതാക്കൾക്ക് വെറുമൊരു ഉപദേശം മാത്രമല്ലല്ലോ വേണ്ടത്, അവർക്ക് വിശ്വാസവും വ്യക്തതയുമാണ് ആവശ്യം. ദിശ ദീർഘകാല മെന്ററിംഗിലൂടെയും കൃത്യമായ വിശദീകരണങ്ങളിലൂടെയും രക്ഷിതാക്കളെ ഈ യാത്രയുടെ ഒരു പ്രധാന ഭാഗമാക്കുന്നു. അപ്പോൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഇതെത്രമാത്രം ഗുണകരമാണെന്ന് നമ്മൾ കണ്ടു. ഇനി അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഭാവിക്കായി ഒരു കുട്ടിയെ തയ്യാറാക്കാൻ ഈ സമീപനം എത്രത്തോളം അനിവാര്യമാണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ തൊഴിൽ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടേ ഉണ്ടായിരുന്നതുപോലെ സ്ഥിരമായ ജോലികളല്ല ഇന്നുള്ളത്. നാളത്തെ പല ജോലികളും ഇന്ന് നിലവിൽ പോലുമില്ല എന്നതാണ് സത്യം. അതുകൊണ്ടുതന്നെ ഒരു പ്രത്യേക ജോലിയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നതിലല്ല യഥാർത്ഥ കരിയർ സുരക്ഷയിരിക്കുന്നത്. യഥാർത്ഥ സുരക്ഷ എന്നു പറയുന്നത് ഏതൊരു പുതിയ സാഹചര്യത്തോടും പൊരുത്തപ്പെടാനും
പുതിയ കാര്യങ്ങൾ പഠിക്കാനും നിരന്തരം വളരാനുമുള്ള കഴിവാണ്. ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടിയല്ല, ഈ അടിസ്ഥാനപരമായ കഴിവിനാണ് ദിശ ഒരു കുട്ടിയെ സജ്ജമാക്കുന്നത്. ഇതാണ് യഥാർത്ഥ കരിയർ സെക്യൂരിറ്റി. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളുടെ എല്ലാം കാതൽ എന്താണെന്ന് നമുക്കൊന്നുകൂടി നോക്കാം. ചുരുക്കത്തിൽ, ഒരു സാധാരണ ടെസ്റ്റ് നിങ്ങളുടെ കുട്ടി ഇന്ന് എവിടെ നിൽക്കുന്നു എന്നു പറയുമ്പോൾ ദിശ നിങ്ങളുടെ കുട്ടിക്ക് നാളെ എവിടെ എത്താൻ സാധിക്കുമെന്ന് രൂപപ്പെടുത്താൻ സഹായിക്കുന്നു. കാരണം ഭാവിയെ പ്രവചിക്കുന്നതിലല്ല, ഭാവിയെ ഒരുമിച്ച് നിർമ്മിക്കുന്നതിലാണ് കാര്യം.